ഈ കൊറോണ കാലത്ത് എന്നെപ്പോലുള്ള ആൾക്കാർക്കൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള റണ്ണിങ്ങും സൈക്ലിങ്ങും ഒക്കെയാണ്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും സ്ട്രാവ വഴിയും ആക്ടിവിറ്റീസ് പരസ്പരം ഷെയർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് വന്നിരുന്ന സമയത്ത് നമ്മുടെ ലേണേഴ്സ് ഗ്രൂപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. മൂന്നാർ ഹിൽ ത്രിൽസ്. രണ്ട് അടിമാലിക്കാരായ സുഹൃത്തുക്കൾ അവരുടെ നാട്ടിൽ ഒരു ഞായറാഴ്ച ഒറ്റയ്ക്ക് ഓടി തീർക്കാൻ ഉദ്ദേശിച്ചിരുന്നൊരു പ്രോഗ്രാം ഷെയർ ചെയ്തതാണ്. അങ്ങനെ 2 ആൾ എന്നുള്ളത് 5 ആളായി, 8 ആയി, 12 ആയി. ഒഫീഷ്യലായിട്ട് യാതൊരു ഇവൻറ്റും നടക്കാത്ത ഈ സമയത്ത് കൊറോണ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ അൺഒഫീഷ്യലായിട്ട് ഒരു ഇവൻറ്റ് പ്ലാൻ ചെയ്യപ്പെട്ടു. അതിന് ഒരു പേര് കിട്ടും. മൂന്നാർ തൊട്ട് അടിമാലി വരെ ഏകദേശം 32 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ദൂരം തന്നെ വരുന്ന എലിവേഷൻ ഗെയിൻ 1100 മീറ്ററിന് മേലെയാണ്. ഇത്രയും ദൂരം ഓടിക്കയറുക എന്നുള്ളതായിരുന്നു ചലഞ്ച്. വാട്സപ്പ് ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട കേരളത്തിൻ്റെ നാനാഭാഗത്തുള്ള സുഹൃത്തുക്കളോടൊപ്പം തൃശ്ശൂർക്കാരനായ ഞാനും ഈ എലിവേഷൻ ചലഞ്ചിൽ പങ്കെടുക്കാൻ അടിമാലിക്ക് വെച്ച് വിളിച്ചു. നീലക്കുറിഞ്ഞി ലൈവ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ മുകളിലാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്പോട്ട്. പ്രോഗ്രാം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയുണ്ടെങ്കിൽ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാർ സൈറ്റ് സീയിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കല്ലാണ്ട് ഓടാൻ വരുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ ഒരു ടീമാണ് നമ്മുടെ. എന്തായാലും രാവിലെ കടവി കേട്ടോ, മുട്ടണ്ട. തോന്നൽ മാത്രം, ഇതൊക്കെ ചെറുത്. സാറ് വണ്ടിയെ പോകുന്നുണ്ട്. ഇത് അടിമാലി ടൗണാണ്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് വണ്ടികൾ, ഹോം സ്റ്റേസ് എല്ലാം ഉള്ള സ്ഥലം. എല്ലാം ടൂറിസ്റ്റാണ്. നമ്മൾ വന്നേക്കുന്നത് കാഴ്ച കാണാൻ മാത്രമല്ല, ഓടാൻ കൂടി. നമ്മുടെ ഈ ഒരു ഇവൻറ്റിന് ഏകദേശം 15 ആളുകളുണ്ട്. എലിവേഷൻ ഓടിക്കയറുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഈ റണ്ണിങ്ങിൻ്റെ. അടിമാലിയിൽ നിന്ന് മോശമില്ലാത്ത കയറ്റമുണ്ട്. വാഹനങ്ങൾക്ക് സ്പീഡ് കൂടുതലുണ്ട്, റോഡിന് വീതി കുറവാണ്, പിന്നെ കയറ്റമാണ്. സൂക്ഷിച്ച് പോകണം. വളവും തിരിവും മാത്രമേ ഉള്ളൂ. കയറി തുടങ്ങി.
പച്ചാമതി ടയർ നിറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിറച്ചോളാനാവും, അല്ലെങ്കിൽ വിട്ടു പോകാം. ഇതെന്തായാലും റോയൽ റണ്ണേഴ്സ് കോഴിക്കോടിൻ്റെ സ്പോൺസർഷിപ്പിൽ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പം എന്തായാലും പരിപാടി കുഴപ്പമില്ല. ഒരുപാട് വെർച്വൽ റണ്ണുകൾക്ക് ശേഷം ഇതുപോലൊരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ അവസരം പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾ 15 പേരോളം ഉണ്ട് ഒരുമിച്ചല്ല ഓടുന്നത്. എന്തായാലും ആ ഇവൻറ്റിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഓടുന്ന സ്ഥലം മൂന്നാറാണ്. മൂന്നാറിലേക്ക് ഓടുമ്പോൾ എലിവേഷൻ ഉയരം കൂടുതലോ കുറയില്ലല്ലോ. തിരിച്ചു വരുമ്പോൾ ഉരുട്ടിയിട്ടാൽ മതിയോ. എന്തായാലും സൂര്യൻ നല്ല കാണിച്ചു. ഇതെല്ലാം കണ്ടുപോകണമെങ്കിൽ ഇവിടെ മൂന്നാറിന് വരണം. ഇതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരും നമുക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. കാരണം നല്ല സ്പീഡുള്ള ആൾക്കാരൊക്കെ നേരത്തെ പോയിട്ട് നമുക്ക് അവരെ അവിടെ എത്തിയിട്ട് പിടിക്കാം. എന്താണെന്നറിയില്ല, മൂന്നാറാണ്, നല്ല വളവും തിരിവൊക്കെ ഉള്ളതാണ്. അപ്പോൾ പരസ്യക്കാർക്ക് ഇതൊക്കെ നല്ലതാണല്ലേ. എല്ലാ വളവിലും ഇങ്ങനെ തുണിയില്ലാത്ത പെണ്ണുങ്ങളുടെ കുറേ ഫോട്ടോ വെച്ച് പരസ്യമുണ്ട്. ഒരു രസമല്ലേ. എങ്ങനെയുണ്ട് ബ്രോ? സൂപ്പർ സൂപ്പർ. വൺ ടൈം ലൈഫിൽ വൺ ടൈം എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ റണ്ണേഴ്സിനോടും ഓടാൻ അറിയാത്തവരോടും എല്ലാം ട്രൈ ചെയ്യുക. ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. രാവിലെ ഈ ഒരു തണുപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു മൂഡ്, ഓ മൈ ഗോഡ്. എങ്ങനെയുണ്ട് എലിവേഷൻ? എങ്ങനെയുണ്ട്? എലിവേഷൻ തുടങ്ങുന്നുള്ളൂ. ഇനിയും തുടങ്ങിയിട്ടുള്ളൂ. സോ ഫാർ 12 അടുക്കുന്നു. ഇനി എത്ര പോകാനുണ്ട്? 18 കൂടി പോകാനുണ്ട്. എലിവേഷൻ 1400 പറയുന്നത്. ഞാനിവിടെ ആദ്യമായി കാരണേ നമ്മുടെ വിചാരം ഇതിപ്പോ അങ്ങോട്ട് എത്തുന്ന എത്തില്ല. ഓൾമോസ്റ്റ് 10 മണി എടുക്കൂ നമ്മൾ എത്താൻ. സമയം വന്നിട്ട് 7:30 ആയിട്ടുള്ളൂ. ഓക്കെ. സ്വരൂപ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോണേ. പിന്നല്ല, നമ്മള് ഇതൊരു രസമല്ലേ, ഒരു ആവേശം. എന്തായാലും ഒറ്റയ്ക്ക് ഒന്ന് അടിപൊളിയിട്ട് മൂന്നാറ് റോഡില്ല. ജീവിതത്തില് മൂന്നാറ് ഇതുവരെ ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല. മൂന്നാറിപ്പം നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ വെയിൽ വന്നിട്ടുള്ളൂ, എന്നാലും ആ നല്ലൊരു തണുപ്പുണ്ട്, അതുവരെ പോയില്ല. കല്ലാർ ബ്രിഡ്ജ്, വാട്ടർഫോൾസ്. ഇനിയും മേലേക്കല്ല, ഇവിടെ മേലേക്ക് റോഡുള്ളൂ, മേലേക്ക് മാത്രം. നമ്മൾ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പാമ്പ് പടായി അല്ലെങ്കിൽ പടായി എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. മൂന്നാറ് പോകാൻ വഴി
നമ്മൾ പതുക്കെ റോഡിലൊക്കെ നോക്കിയാൽ ഇഷ്ടംപോലെ പാമ്പുകൾ പടായി കിടക്കുന്നത് കാണാം. പാമ്പുകൾ കേട്ടോ, ഒറിജിനൽ പാമ്പുകൾ. സൂര്യൻ ഉദിച്ച് മേലേക്ക് വന്ന് തുടങ്ങി കട്ടൽ വീക്ഷണം. ഇതൊക്കെയാണ് ചലഞ്ച്. ഓ, നമ്മുടെ അടിമാലി തൊട്ട് നല്ല എലിവേഷനാണ്. പിന്നെ കല്ലാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇനി നമ്മൾ മൂന്നാർ നല്ല കയറ്റാന്നാണ് പറഞ്ഞത്. നല്ല കയറ്റാണ്. ഞങ്ങളൊരു 10 നമുക്കിപ്പോൾ ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. 10 കിലോമീറ്റർ മൂന്നാർ ബസ് സ്റ്റാൻഡ്. ആ, ഓക്കെ. അപ്പോൾ അത് ഏകദേശം ഒരു ഈ എലിവേഷൻ ഉള്ള കാരണം എങ്ങനെയായാലും ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് കട്ടൽ വീക്ഷണ. കട്ടൽ വീക്ഷണം. ആൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ആളൊരു വലിയൊരു ഓട്ടക്കാരനാ. കേരളത്തിലത്തെ അത് ഡിസ് കമ്മ്യൂണിറ്റിക്ക് അറിയാം അല്ലേ? വലിയ ഓട്ടക്കാരൊക്കെ മുമ്പ് പോയിട്ടുണ്ട്. നല്ല പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് പോലും ഈ ഒരു കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിലെ കഷ്ടപ്പാടിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് ഇവിടെ ഒന്നും ഓടുക. അപ്പം ഇവിടെ വേറെ ടൈപ്പ് കഷ്ടപ്പാടാണ്. ജീവിതമായാലും ഓട്ടാനും കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷേ അത് നമ്മൾ ഓടി പഠിക്കാനേ കാണും, അല്ലെങ്കിൽ ജീവിച്ച് പഠിക്കാനേ കാണും. കട്ടലിവേഷൻ ആ കാണുന്നതെല്ലാം നിരപ്പുള്ള റോഡിലാട്ടായി കാണുന്നതൊക്കെ ഒരു വളഞ്ഞ് കയറി പോണ റോഡാ. ഈ റോഡൊക്കെ മൂന്നാർ വരെ ഓടിക്കയറാൻ നല്ല ട്രെയിൻ വേണം. ഞാൻ ഇപ്പം ചെറുതായിട്ട് നടക്കുകയാണ്. നല്ല ട്രെയിൻ ഉണ്ടെങ്കിൽ മീണ്ടിച്ച് പോവാം. മീണ്ടിക്കാന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് പോവാം. അങ്ങനെ കുറച്ച് പേര് മുമ്പിൽ പോയിട്ടുണ്ട്. അതൊക്കെ ചോദിക്കുക അവരെ കിട്ടും നോക്കാം. ഇത് കരടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു ഹൈവേ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെയാണ് നമ്മൾ മൂന്നാർ ഓടാൻ വന്നുള്ള രസം. ഇത് കാറിലിരുന്ന് അല്ലെങ്കിൽ ബൈക്കിരുന്ന് പോകുമ്പോൾ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഇത് ഈ റോഡായാലും ഈ മലകളായാലും അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സൈക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ ഓടി തരണം. നമ്മുടെ സ്വന്തം KSRTC എന്ന് പറഞ്ഞാൽ ഒരു വികാരം മലയാളീസിൻ്റെ. ലോങ് പോകണമെങ്കിൽ നമുക്ക് KSRTC പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഓടുമ്പോൾ ഓടേണ്ടത് ഈ വഴിക്കാണ്. അല്ലാണ്ട് നമ്മുടെ ടൗണിലത്തെ ട്രാഫിക്കിൻ്റെയും പുകയേരിയും അടുപ്പിൻ്റെ ഇടയിൽ കൂടെ ഓടിയിട്ട് എന്താ കാര്യം. ഏകദേശം 25 കിലോമീറ്ററിൻ്റെ അടുത്ത് കേട്ടിട്ടുണ്ട്. സമയം 9 മണി. എന്നാലും ഇതുപോലെ ഗ്രീൻ സിറ്റിയുള്ള മരങ്ങളുള്ള ഒരു സ്ഥലത്ത് കൂടെ ഓടുമ്പോൾ നമുക്ക് തീരെ ഒരു കിതപ്പ് തോന്നില്ലേ. ലാസ്റ്റ് ഫ്യൂ കിലോമീറ്റേഴ്സാണ്. പക്ഷേ അത് കാണാം നല്ല എലിവേഷനാണ്. നോക്കിയാൽ മുകളിൽ ആൾക്കാർ നിൽക്കുന്ന ഇവിടെ നോക്കി കാണാം. നല്ല എലിവേഷനാണല്ലോ.
പ്രദീപേട്ടൻ കവിച്ചു പോയി. ഭയങ്കര ഓട്ടാരനാണ്. അയാളങ്ങനെ കയറിപ്പോണ്ട്. ഓ, ഒരു രക്ഷയില്ല തോട്ടക്കാരൻ. സമയം ഏകദേശം 9:30 ആവാറായി. ഞങ്ങൾ ഏകദേശം രാവിലെ 6 മണിക്കാണ് നമ്മൾ അടിമാലി ടൗണിന് 4 കിലോമീറ്റർ മുമ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം സൂര്യൻ തലയ്ക്ക് മേലെയായി. മൂന്നാർ ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 7 കിലോമീറ്റർ കൂടി ഉണ്ട് ഇനി ടു ദ ഫിനിഷിംഗ് പോയിന്റ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറ്ററൻസ് ഉണ്ട്. നമുക്ക് കട്ടക്ക് വെറ്ററൻസ് നമ്മുടെ കൂടെ ഓടാനുണ്ട്. അതായത് 35 കൊല്ലം മുമ്പ് തൊട്ട് ഓട്ടം തുടങ്ങിയ അത്രയും റണ്ണിങ് എക്സ്പീരിയൻസ് ഉള്ള പ്രദീപേട്ടൻ. അതുപോലെ തന്നെ ഒരു 6 കൊല്ലം കൊണ്ട് ഇതുവരേക്കും 77 ഫുൾ മാരത്തൺ ഓടിയിട്ടുള്ള പോൾ പടിഞ്ഞാറേക്കര എന്ന പോളേട്ടൻ. ഇവരൊപ്പം ആണ് ഞാനും ഓടുന്നത്. സോഫാറിൻ്റെ ലോങ്ങസ്റ്റ് ആണ്. ബട്ട് എലിവേഷൻ കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ശ്രമിച്ചു നോക്കാം. ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു എലിവേഷൻ. നല്ല എലിവേഷനാണ്. അപ്രതീക്ഷിതമായിട്ട് 30 കിലോമീറ്ററോളം വരുന്ന ഹൈറ്റാണ്. 32ഓളം വരും. അത് കുഴപ്പമില്ല. അത് ഇതിൽ നല്ലൊരു പ്രാക്ടീസ് അല്ലേ, നല്ല വഴിയല്ലേ, നല്ല വഴിയാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ നമുക്ക് തീർത്തും അനുകൂലമാണ്. ഒരു സീനിക്കാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ബെറ്റർ ചെയ്യാൻ പറ്റും. ഹൈക്ക് ചെയ്ത് ശീലമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. ഇവ മാത്രമേ ഉള്ളൂ മന്തി കഴിക്കണം. 9 പേരുണ്ട് നമ്മള്.